ദൈവത്തിന് വെറുതെ ക്ഷമിക്കാവുന്ന മനുഷ്യന്റെ പാപം ക്ഷമിക്കാതെ ദൈവം തൻ്റെ പുത്രനെ തന്നെ കുരിശിലേറ്റി എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനെ എങ്ങനെയാ ബഹുമാനിക്കുക? അങ്ങനെയുള്ള ദൈവം മനുഷ്യന്റെ മഹാപാപങ്ങളെ എല്ലാം കൂടി ക്ഷമിച്ചുകൂടായിരുന്നോ? എന്തിനാ യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്? ദൈവത്തിന് എല്ലാം സാധിക്കുമെങ്കിലും ക്ഷമിക്കലും കൂടി സാധിക്കേണ്ടതല്ലേ? യേശു ക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ല. മാത്രമല്ല, സ്വന്തം പുത്രൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്ന് രക്ഷിക്കാൻ പറ്റാത്ത ദൈവം ഈ യേശു ക്രിസ്തുവിൻ്റെ ആരാധകരെ രക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോ? യേശു ക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ചോ യേശു ക്രിസ്തു ജനിക്കുന്നതിനെ കുറിച്ചോ ഒരു സ്ഥലത്തും കാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും രക്ഷയ്ക്കും ദൈവം മനുഷ്യനായി വന്ന് മരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാതൽ. അതായത്, പാപപരിഹാര ബലിമരണമില്ലാതെ വെറുതെ ദൈവത്തിന് മനുഷ്യൻ്റെ പാപം ക്ഷമിച്ചുകൂടെ? പാപം മൂലം മനുഷ്യ സ്വഭാവത്തിൽ വന്ന വീഴ്ചയും ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ അകൽച്ചയും അത്ര ഗൗരവമായി കാണാതെ വെറുതെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചു കളഞ്ഞാൽ പോരെ? അനേക ചിന്തകരും മതക്കാരും തെറ്റിപ്പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. മഹാദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവമാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ആത്യന്തികമായി കാര്യങ്ങൾ നടക്കുന്നത് ദൈവ സ്വഭാവപ്രകാരമാണ്, മനുഷ്യൻ്റെ ചിന്തപ്രകാരമല്ല. ദൈവം അനന്ത പരിശുദ്ധനാണെങ്കിൽ ദൈവദൃഷ്ടിയിൽ മനുഷ്യപാപം അനന്ത ഗൗരവമുള്ളതാണ്. അങ്ങനെയെങ്കിൽ പാപത്തിനുള്ള പരിഹാരവും അനന്ത പരിശുദ്ധിയുള്ളതായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധിയും പാപത്തിൻ്റെ ഗൗരവവും ഒരുപോലെ കണക്കിലെടുക്കാൻ കഴിയുമ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിൻ്റെയും സുവിശേഷത്തിൻ്റെയും അമൂല്യത വെളിപ്പെട്ടു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ തത്വസംഹിതയാണ്. തക്ക പരിഹാരമില്ലാതെ പാപം ക്ഷമിക്കാൻ പറ്റാത്തിടത്ത് ദൈവം തന്നെ നമുക്ക് വേണ്ടി പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ചതിൻ്റെ ചരിത്രമാണത്. യേശുവിൻ്റെ സുവിശേഷം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, മരണം, ഉയിർത്തെഴുന്നേൽപ്പ് എന്നിവയെ ആധാരമാക്കി നിലകൊള്ളുന്നു. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ വെളിപ്പാട് മനുഷ്യരൂപത്തിൽ തന്നെയായിരിക്കണം. യേശുവിലുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ നമുക്ക് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമുണ്ടായി. ഈ സത്യം എല്ലാ തത്വചിന്തകളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കാളും ഉന്നതവും കൃപയും ജീവനും നിറഞ്ഞു നിൽക്കുന്നതുമായ യാഥാർത്ഥ്യമാണ്. ദൈവം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും തെളിവായ വസ്തുതയാണ്. സ്രഷ്ടാവായ ഈ ദൈവം ബൈബിളിലൂടെ സ്വയം വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ബൈബിളിലെ ദൈവത്തെ പോലെ ലോക ചരിത്രത്തിൽ സ്വയം വെളിപ്പെട്ട് ശക്തിയോടെ പ്രവർത്തിച്ച വേറൊരു ദൈവവുമില്ല. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച താൻ മാത്രമാണ് ഏകസത്യ ദൈവമെന്നും താനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നും മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നതും വിഗ്രഹാരാധനയും ആഭിചാരവുമെല്ലാം വലിയ പാപമാണെന്നും തന്നെ അനുസരിക്കാത്തവരെ താൻ ന്യായം വിധിക്കുമെന്നും വേറൊരു ദൈവവും പറയാത്ത വിധം പറഞ്ഞ് ബൈബിളിലെ ദൈവം മനുഷ്യവർഗത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തെ നിഷേധിക്കുന്നവരും യേശുവിൻ്റെ സുവിശേഷത്തെ അനുസരിക്കാത്തവരും യേശുവിൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കപ്പെടും. ഈ ന്യായവിധിയുടെ കാരണം ബൈബിൾ വ്യക്തമാക്കുന്നു. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് തെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ.
അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. അനന്തജ്ഞാനിയായ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യരക്ഷയ്ക്കുള്ള ഏക മാർഗം യേശുക്രിസ്തുവിൻ്റെ രക്തബലിയിലുള്ള സുവിശേഷമാണ്. അതായത് ദൈവം മനുഷ്യനായി വന്ന് മനുഷ്യർക്കു വേണ്ടി മരിക്കാതെ മനുഷ്യനു രക്ഷ പ്രാപിക്കാൻ കഴിയാത്ത വിധം നാശകരമായ അവസ്ഥയിലാണ് മനുഷ്യനായിരിക്കുന്നത്. സാത്താനാൽ വഞ്ചിക്കപ്പെട്ട മനുഷ്യവർഗം സാത്താൻ്റെയും പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും മരണത്തിൻ്റെയും കടുത്ത അടിമത്തത്തിലും ബന്ധനത്തിലുമാണ് ആയിരിക്കുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ആയുധങ്ങളായി പാപത്തെയും ലോകത്തെയും മരണത്തെയും സാത്താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. സാത്താൻ മനുഷ്യനെ ലോകമോഹത്തിൻ്റെയും പാപസുഖത്തിൻ്റെയും ആഴത്തിൽ മുക്കി കൊന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് പാപത്തിന് അടിമകളായി തീർന്നു. ഏക സത്യദൈവത്തിൻ്റെ സ്വഭാവത്തെ മനുഷ്യൻ ലംഘിക്കുന്നതാണ് പാപം. പാപം മുഖാന്തരമായി മനുഷ്യൻ്റെ അകം ഒരു യുദ്ധക്കളമായി മാറി. അങ്ങനെ മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശരീരവും പരസ്പരം യോജിപ്പില്ലാതെ ഒന്ന് മറ്റൊന്നിന് വിരോധമായി പ്രവർത്തിച്ചു തുടങ്ങി. മാത്രമല്ല, മനുഷ്യർ പരസ്പരമുള്ള ബന്ധവും പാപം മൂലം തകരാറിലായി. പാപം സാത്താൻ്റെ സ്വത്താണ്. പാപം ചെയ്യുന്നവർ സാത്താൻ്റെ അവകാശമായി തീരുന്നു. സ്വാർത്ഥത, അത്യാഗ്രഹം, അഹങ്കാരം, അസൂയ, വിഗ്രഹാരാധന, ആഭിചാരം, മദ്യപാനം മുതലായ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അകത്തെ പാപത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. പാപം എന്നത് മനുഷ്യന് മഹാപ്രശ്നമാണ്. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമാണ് പാപം. എന്നാൽ പാപം മൂലം ആത്മീയ അന്ധത ബാധിച്ച മനുഷ്യന് തൻ്റെ യഥാർത്ഥ പ്രശ്നം പാപമാണെന്ന് സമ്മതിക്കാൻ കഴിയുന്നില്ല. ദൈവ സ്വഭാവത്തിൻ്റെയും ദൈവകൽപ്പനയുടെയും ലംഘനമാണ് പാപം. പാപം മൂലം എല്ലാ മനുഷ്യരും ദൈവകോപത്തിൽ ജീവിക്കുന്ന അത്യന്തം അപകടകരമായ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരമുണ്ട്. പാപത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും മനുഷ്യൻ്റെ അധപ്പതിച്ച അവസ്ഥയും നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുള്ളവനായും ധാർമ്മിക ബോധം ഉള്ളവനായും മണ്ണിൽ നിന്ന് മെനഞ്ഞുണ്ടാക്കി. മനുഷ്യൻ പരിണാമഫലമായി ഉരുത്തിരിഞ്ഞു വന്നതല്ല. ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ആത്മാവായി തീർന്നു. ദൈവം മനുഷ്യനെ പാപമില്ലാതെ കളങ്കമറ്റവനായും പൂർണ്ണതയുള്ള സ്വതന്ത്ര മനസ്സോടുകൂടിയുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യനും ദൈവവുമായി പരസ്പര സ്നേഹബന്ധവും കൂട്ടായ്മയും നിലനിർത്തുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആത്മാവായ ദൈവം മനുഷ്യനെ ആത്മാവുള്ളവനായി ഭൂമിയിൽ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്ത് മഹത്വപ്പെടുത്തുക വഴി ദൈവവുമായി കൂട്ടായ്മയിൽ ആയിരിക്കുവാനാണ്. അനുസരണത്തോടെ ദൈവേഷ്ടപ്രകാരമുള്ള ഒരു ജീവിതമാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെട്ടത്. ദൈവം സകല പ്രപഞ്ചത്തിൻ്റെയും ജീവജാലങ്ങളുടെയും സൃഷ്ടാവാണ്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ളവരിൽ ഏറ്റവും ഉന്നതനായിരുന്നു ലൂസിഫർ. ലൂസിഫർ സ്വർഗത്തിലായിരുന്ന കാലത്ത് തൻ്റെ ഹൃദയത്തിൽ അഹങ്കരിക്കുകയും ദൈവത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.
അതിൻ്റെ ഫലമായി ലൂസിഫറും തന്നോട് കൂട്ടുചേർന്ന സ്വർഗത്തിലെ 1/3 ദൈവദൂതന്മാരും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവരാണ് ഇന്നത്തെ സാത്താനും പിശാചുകളും. അഹങ്കാരം നിറഞ്ഞ് ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവദൂതനായിരുന്ന ലൂസിഫർ സാത്താനായി രൂപാന്തരപ്പെട്ടു. ദൈവത്തിനെതിരായി പ്രവർത്തിക്കുക എന്നതാണ് സാത്താൻ്റെ സ്വഭാവം. അങ്ങനെ ഇന്നും ദൈവത്തിൻ്റെ സൃഷ്ടികളെയെല്ലാം നശിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി സാത്താൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനോട് സാത്താന് അടക്കാനാവാത്ത വിദ്വേഷമാണ്. ദൈവം സാത്താന് വേണ്ടി ഒരുക്കിയ നരകത്തിൽ മനുഷ്യരെയും എത്തിച്ച് നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ ലക്ഷ്യം. മനുഷ്യൻ സാത്താൻ്റെ പ്രേരണയാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്യുകയും അങ്ങനെ ദൈവകൃപയിൽ നിന്ന് വീണുപോകുകയും ചെയ്തു. മനുഷ്യൻ ആത്മീയമായി മരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ലോകത്തിൽ പാപവും രോഗവും മരണവും കടന്നു. മനുഷ്യൻ സാത്താനെ അനുസരിച്ച് സാത്താൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ട് ജന്മന പാപം നിറഞ്ഞ സ്വഭാവ പ്രകൃതിയുള്ളവനായി. അതിനാൽ സ്വയം രക്ഷിക്കുവാനോ സ്വന്തം പരിശ്രമവും യോഗ്യതകളും കൊണ്ട് ദൈവവുമായുള്ള ബന്ധം വീണ്ടെടുക്കുവാനോ കഴിയാത്ത വിധം മനുഷ്യൻ അധപ്പതിച്ചു. ദൈവത്തിന് സ്വീകാര്യമായ നിലവാരത്തിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും മനുഷ്യന് കഴിവില്ലാതായി. പാപം മനുഷ്യനെ നിത്യമരണത്തിനും നിത്യനരകത്തിനും അർഹനാക്കി. പാപം ചെയ്യുന്ന ആത്മാവ് മരിക്കും എന്നാണ് ദൈവപ്രമാണം. അതിനാൽ ദുഷ്ടനായ സാത്താൻ ദൈവകൽപ്പന ലംഘിപ്പിച്ച് പാപം ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിച്ചു. സാത്താൻ സർപ്പരൂപത്തിൽ വന്ന് നുണ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ചു. മനുഷ്യൻ സാത്താൻ പറഞ്ഞ നുണ വിശ്വസിച്ച് സാത്താനെ അനുസരിച്ചു. അങ്ങനെ മനുഷ്യൻ ദൈവത്തെ അവിശ്വസിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തു. പാപം മൂലം മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചു. ഇപ്രകാരം മനുഷ്യന് ദൈവത്തോടുണ്ടായിരുന്ന തൻ്റെ ബന്ധം നഷ്ടമായി. അങ്ങനെ മനുഷ്യൻ സാത്താൻ്റെ അടിമത്തം അനുഭവിക്കുക മാത്രമല്ല ആസ്വദിക്കുകയും ചെയ്യുന്ന ശോചനീയമായ അവസ്ഥയിലേക്ക് അധപ്പതിച്ചു. പാപം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല. ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ച മനുഷ്യഹിതമാണ് പാപം. അങ്ങനെ മനുഷ്യൻ ദൈവഹിതത്തിന് വിരുദ്ധമായി സ്വന്തം ഹിതം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അതാണ് മരണം. പാപം മൂലം ആദത്തിൻ്റെ ആത്മാവ് മരിച്ചപ്പോൾ ആദത്തിൽ എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾ മരിച്ചു. കാരണം പാപത്തിൻ്റെ കൂലി മരണമാകുന്നു. ആദത്തിൻ്റെ പാപത്തിനു ശേഷം മനുഷ്യ സ്വഭാവം പാപപ്രകൃതമുള്ളതായി തീർന്നു. ആദത്തിൻ്റെ സന്തതികളെല്ലാവരും പാപത്തിൽ മരിച്ച ആത്മാവോടുകൂടി ജനിക്കുകയും അങ്ങനെ അവർ ആത്മീയമായി സാത്താൻ്റെ മക്കളായി തീരുകയും ചെയ്തു. എല്ലാവരും പാപം ചെയ്തു. അങ്ങനെ എല്ലാവരും പാപത്തിനും സാത്താനും അടിമപ്പെട്ടു. മനുഷ്യ പാപത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമതായി എല്ലാ മനുഷ്യരിലും ജന്മന ആരോപിക്കപ്പെട്ടിരിക്കുന്ന പാപമുണ്ട്. ഇത് ആദാമിൽ നിന്ന് ജനിച്ച എല്ലാവർക്കും പൈതൃകമായി വന്നു ഭവിച്ചിരിക്കുന്ന ജന്മപാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജന്മപാപം ഭൗമിക പിതാവുള്ള എല്ലാ മനുഷ്യരിലും വ്യാപരിച്ചിരിക്കുന്നു. മരണം വരെ പാപത്തിൻ്റെ പ്രകൃതം മനുഷ്യനിൽ അവശേഷിക്കുന്നു. രണ്ടാമതായി എല്ലാവർക്കും വ്യക്തിപരമായ പാപവുമുണ്ട്. മനുഷ്യന് ജന്മനാ പാപപ്രകൃതമുള്ളതിനാൽ അവൻ പാപം ചെയ്യുന്നു. അവൻ പാപിയായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. വ്യക്തിപരമായ പാപത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ, മാനസിക പാപങ്ങൾ, നാവിൻ്റെ പാപങ്ങൾ, കൊലപാതകം, വ്യഭിചാരം, മോഷണം മുതലായ പരസ്യമായ പാപങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. പാപം ചെയ്തത് മൂലം മനുഷ്യർ മരണത്തിനും നരകത്തിലുള്ള നിത്യശിക്ഷയ്ക്കും അർഹരായി തീർന്നു. അങ്ങനെ ദൈവത്തോടുകൂടി വസിക്കുക എന്ന നിത്യ സൗഭാഗ്യം നഷ്ടമാകുകയും നരകത്തിലെ നിത്യശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് മനുഷ്യനുള്ളത്. ദൈവ സ്വഭാവത്തിനെതിരായി മനുഷ്യനിലൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ സ്വാധീനവും ശക്തിയും സ്വഭാവവുമാണ് പാപം.
അവ ജഡത്തിൻ്റെ പ്രവൃത്തികളായി മനുഷ്യനിൽ പ്രകടമാകുന്നു. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവയാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. പാപം മൂലം മനുഷ്യൻ സാത്താൻ്റെ അടിമത്തത്തിലായി. എല്ലാ മനുഷ്യരും ജന്മസ്വഭാവത്താലും സ്വതന്ത്ര തീരുമാനത്താലും പാപികളാണ്. അതിനാൽ എല്ലാ മനുഷ്യരും സാത്താൻ്റെ അടിമകളും ദൈവത്തിൻ്റെ ന്യായവിധിക്കും നരകത്തിനും അർഹരുമാണ്. മനുഷ്യൻ്റെ അകത്തെ പാപത്തെ സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ച് പാപപങ്കിലമായ ഒരു ലോക വ്യവസ്ഥിതിക്ക് സാത്താൻ രൂപം കൊടുക്കുന്നു. മനുഷ്യനെ പാപച്ചങ്ങല കൊണ്ട് ബന്ധിച്ച് ലോകമോഹങ്ങളിൽ അന്ധനാക്കി ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഈ ലോക സംവിധാനത്തെ മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. മരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ്. മരണം സകല ഭയാനതകളുടെയും രാജാവും പറഞ്ഞറിയിക്കാനാവാത്ത ദുരന്തവും ഒഴിവാക്കാനാവാത്ത കുടുക്കുമാണ്. മരണത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ നിസ്സഹായനാണ്. മരണം മനുഷ്യന് തൊട്ടറിയാവുന്ന യാഥാർത്ഥ്യമാണ്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. മനുഷ്യന് പാപമുണ്ടെന്നും മനുഷ്യൻ പാപിയാണെന്നുമുള്ള വസ്തുതയുടെ തെളിവാണ് മരണം. തങ്ങളായിരിക്കുന്ന നാശകരമായ ഈ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് സ്വയം വിടുവിക്കപ്പെട്ട് രക്ഷ പ്രാപിക്കുക എന്നത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ സർവശക്തനായ ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. സർവശക്തനും സ്നേഹസമ്പന്നനുമായ ദൈവത്തിന് മനുഷ്യരൂപമെടുത്ത് മനുഷ്യനെ രക്ഷിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കാരണം ദൈവം സർവശക്തനാണ്. പഴയ നിയമം മുഴുവനും ദൈവം മനുഷ്യരൂപം എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ രേഖാചിത്രമാണ്. കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം യേശുക്രിസ്തുവിൽ മനുഷ്യരൂപമെടുത്തു. മനുഷ്യവർഗം പരാജയപ്പെട്ട മേഖലകളിലെല്ലാം യേശു മനുഷ്യന് പകരമായി ജയമെടുത്തു. പാപം ചെയ്ത മനുഷ്യന് അർഹമായ ശിക്ഷ കൊടുക്കുക എന്നത് ദൈവനീതിയാണ്. ദൈവം നീതിമാനും പരിശുദ്ധനുമായതുകൊണ്ട് മനുഷ്യപാപത്തിന് തക്ക പരിഹാരം ലഭിക്കാതെ ദൈവത്തിന് മനുഷ്യനെ സഹായിക്കുക സാധ്യമല്ലായിരുന്നു. അതേസമയം തന്നെ മനുഷ്യപാപത്തിന് പരിഹാരമൊന്നും ലഭിക്കാതെ മനുഷ്യവർഗം മുഴുവനും നശിച്ചു പോകുന്നത് സ്നേഹസമ്പന്നനായ ദൈവത്തിന് അനുവദിക്കാനും കഴിഞ്ഞില്ല. തൻ്റെ പാപത്തിന് സ്വയമായി പരിഹാരം കണ്ടെത്താൻ കഴിവില്ലാത്ത മനുഷ്യനെ സഹായിക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തെ നിർബന്ധിച്ചു. അതിനാൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് മനുഷ്യപാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യവർഗത്തിന് രക്ഷാമാർഗം തുറക്കാൻ ദൈവം തീരുമാനിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ യേശു അനുഭവിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ദൈവം യേശു ക്രിസ്തുവിൽ സ്വയം ഏറ്റെടുത്ത് മനുഷ്യനെ രക്ഷിച്ചു. തൻ്റെ നീതിയും സ്നേഹവും പ്രകടമാക്കുന്നതിനും അങ്ങനെ മനുഷ്യന് നിത്യരക്ഷയും നിത്യജീവനും നൽകുന്നതിനുമായി കാലത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം തൻ്റെ ഏകപുത്രനെ മനുഷ്യപാപത്തിന് പരിഹാര ബലിയായി ഭൂമിയിലേക്ക് അയച്ചു. ദൈവം യേശു ക്രിസ്തുവിൽ മനുഷ്യനായി വന്ന് സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാര വില മനുഷ്യർക്കു വേണ്ടി ദൈവത്തിന് കൊടുത്ത് പാപത്തോടുള്ള ദൈവകോപത്തെ അകറ്റി ദൈവത്തിൻ്റെ നീതിയെയും ന്യായത്തെയും പരിശുദ്ധിയെയും വെളിപ്പെടുത്തി. അങ്ങനെ ദൈവവുമായുള്ള മനുഷ്യൻ്റെ അനുരഞ്ജനത്തിനുള്ള ഏക വഴി ഒരുങ്ങുകയും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാവുകയും ചെയ്തു. ദൈവമായ യേശു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ കഷ്ടങ്ങളും മരണവും നരകശിക്ഷയും നമുക്ക് പകരമായി അനുഭവിച്ചു. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് പാപമോചനവും രക്ഷയും സ്വർഗവുമുണ്ട്. അങ്ങനെ യേശുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുന്നവരാണ് വാസ്തവത്തിൽ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത നേടുന്നത്. യേശുവിനെ പറ്റി അറിഞ്ഞതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ അല്ല,
വിശ്വസിച്ച് സ്വീകരിക്കുന്നത് കൊണ്ടാണ് രക്ഷ. മനുഷ്യരക്ഷയുടെ ഏക അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ രക്തബലിയാണ്. യേശുക്രിസ്തു ഓരോ മനുഷ്യനും പകരമായി പാപത്തിൻ്റെ ശിക്ഷയായ മരണം അനുഭവിച്ചു. അതിനാൽ പാപപരിഹാരത്തിനായി യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. കുരിശിലുള്ള തൻ്റെ മരണം വഴിയായി യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെല്ലാം കുരിശിൽ തറച്ചു. നമുക്ക് ലഭിക്കുമായിരുന്ന ശിക്ഷ കടം വീട്ടി ഒഴിവാക്കി. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വില കൊടുത്തു വാങ്ങി. നമ്മുടെ സ്ഥാനത്ത് പാപവും അപമാനവുമായി തീർന്നു. എന്നേക്കുമായി സാത്താനെ പരാജയപ്പെടുത്തി സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് മോചനം നേടിയെടുത്തു. അങ്ങനെ നമ്മെ ദൈവവുമായി ശരിയായ ഒരു ബന്ധത്തിലേക്ക് വീണ്ടെടുത്ത് കൊണ്ടുവന്നു. സ്വന്തം മരണത്തിലൂടെയും ഉയിർത്തെഴുന്നേൽപ്പിലൂടെയും യേശുക്രിസ്തു മരണാധികാരിയായിരുന്ന സാത്താനെ പൂർണ്ണമായി പരാജയപ്പെടുത്തി. അതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെയും സാത്താനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു മനുഷ്യനെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെയും നരകത്തിൻ്റെയും ഏറ്റവും ഭയാനകമായ അടിമത്തങ്ങളിൽ നിന്നും രക്ഷിച്ചു. യേശുക്രിസ്തു അങ്ങനെ മനുഷ്യവർഗത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകി. രക്ഷ എന്ന് പറയുന്നത് പാപത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്നും ദൈവം മനുഷ്യനെ മോചിപ്പിക്കുന്നതാണ്. മനുഷ്യൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ പാപക്ഷമ ലഭിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം പാപക്ഷമ ലഭിക്കുക എന്നതാണ്. മതങ്ങൾക്കൊന്നും മനുഷ്യൻ്റെ പാപക്കറകളെ കഴുകിക്കളയാൻ കഴിയില്ല. ദൈവപുത്രനായ യേശുവിൻ്റെ രക്തത്തിനു മാത്രമേ നമ്മുടെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയൂ. യേശുക്രിസ്തുവിൻ്റെ രക്തം തന്നിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങളെ കഴുകിക്കളയുകയും അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുകയും അങ്ങനെ നിത്യജീവന് അവകാശികളാക്കി തീർക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തമാണ് മനുഷ്യൻ്റെ പാപപരിഹാരത്തിനും നിത്യജീവനുമുള്ള ഏക അടിസ്ഥാനം. ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കാൻ ദൈവം നൽകിയ ഏക മാർഗം യേശുക്രിസ്തുവാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായുള്ള ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് ദൈവത്തിന് ന്യായീകരണമുണ്ട്. ക്രിസ്തീയ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കം യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര രക്തബലിയിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും പരിശുദ്ധിയും നീതിയുമാണ്. യേശു തൻ്റെ പാപരഹിതമായ ജീവിതവും മരണവും ഉയിർത്തെഴുന്നേൽപ്പും കൊണ്ട് ലോക വ്യവസ്ഥിതിയുടെ മേൽ ജയമെടുത്തു. യേശു തൻ്റെ ശുശ്രൂഷയിൽ ദൈവവിരുദ്ധമായ ലോക വ്യവസ്ഥിതിയെ ആശ്രയിച്ചില്ല. സാത്താൻ്റെ പരീക്ഷണങ്ങളുടെ മേൽ യേശു ജയമെടുത്തതും ഇതിൻ്റെ തെളിവാണ്. ലോകസുഖങ്ങളെ ഉപേക്ഷിച്ച് യേശുവിലുള്ള നിത്യമഹത്വത്തിൻ്റെ പ്രത്യാശയിൽ ജീവിച്ചാൽ ലോക വ്യവസ്ഥിതിയുടെ മേൽ നമുക്കും ജയമെടുക്കാം. യേശു തൻ്റെ പാപരഹിതമായ ജീവിതവും ശുശ്രൂഷയും മരണവും ഉയിർത്തെഴുന്നേൽപ്പും കൊണ്ട് സാത്താൻ്റെ മേൽ ജയമെടുത്തു. മരുഭൂമിയിൽ വച്ചുണ്ടായ സാത്താൻ്റെ കഠിന പരീക്ഷണങ്ങളുടെ മേൽ യേശു ജയമെടുത്തു. സാത്താൻ ബന്ധിച്ച് രോഗികളാക്കിയിരുന്ന അനേകരെ യേശു സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്തു. ഇന്നും യേശു അനേകരെ സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യുന്നു. തൻ്റെ മരണം കൊണ്ടും ഉയിർത്തെഴുന്നേൽപ്പ് കൊണ്ടും മരണാധികാരിയായിരുന്ന സാത്താൻ്റെ മേൽ യേശു പൂർണ്ണ ജയമെടുത്തു. സാത്താൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു തൻ്റെ മരണം കൊണ്ട് പാപത്തിൻ്റെ മേൽ ജയമെടുത്തു. തൻ്റെ കുരിശുമരണത്താൽ യേശു പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തി. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്
യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി ശാപവും പാപവുമായി തീർന്നു. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയായ മരണം അനുഭവിച്ച് യേശു കുരിശിൽ മരിച്ചു. പാപത്തോടുള്ള ദൈവകോപത്തിൻ്റെ ശിക്ഷ നമ്മുടെ മേലാകാതെ യേശുവിൻ്റെ മേലായി. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. യേശുവിൻ്റെ കുരിശുമരണത്തിൽ പാപമില്ലാത്തവനെ കൊന്നതുകൊണ്ട് മനുഷ്യൻ പാപിയാണെന്നും പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുത്തതുകൊണ്ട് ദൈവം സ്നേഹമാണെന്നും തെളിഞ്ഞു. യേശുവിൻ്റെ കുരിശുമരണത്തിൽ പാപികളായ നമ്മോടുള്ള ദൈവത്തിൻ്റെ കരുണയും പാപത്തെ ശിക്ഷിക്കുക എന്ന ദൈവത്തിൻ്റെ നീതിയും തമ്മിൽ പരസ്പരം ചുംബിച്ച് സമാധാനം സ്ഥാപിച്ചു. അങ്ങനെ യേശു പാപം എന്ന പ്രശ്നത്തിന് എന്നേക്കുമായി പരിഹാരം വരുത്തുകയും ദൈവവും മനുഷ്യനുമായുള്ള സമാധാനത്തിൻ്റെ വാതിൽ തുറക്കുകയും ചെയ്തു. അങ്ങനെ ലോക ചരിത്രത്തിലെയും ദൈവ ചരിത്രത്തിലെയും ഏറ്റവും മൂല്യമേറിയ നിമിഷമാണ് യേശുവിൻ്റെ കുരിശുമരണം. അവിടെ ദൈവത്തിൻ്റെ അനന്തമായ കരുണയും സ്നേഹവും നീതിയും അനന്തമൂല്യമുള്ള പാപപരിഹാര യാഗത്തിൽ കണ്ടുമുട്ടി. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് യേശുവിൻ്റെ കുരിശുമരണം. യേശു പ്രാണനെ വിട്ടപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. യേശു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ മേലും മരണാധികാരിയായിരുന്ന സാത്താൻ്റെ മേലും ജയമെടുത്തു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മരണത്തെ തോൽപ്പിക്കാൻ യേശു മരണത്തിൻ്റെ ഏറ്റവും ഭീകരമായ അനുഭവത്തിലേക്ക് ഇറങ്ങി മരണത്തോട് ഏറ്റുമുട്ടി. മരണം അനുഭവിച്ചു. മരണത്തെ യേശു തൻ്റെ ഉയിർപ്പിനാൽ കീഴടക്കി. ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവുമായിരുന്നു. മരണത്തിൻ്റെ മഹാശക്തിയെ യേശു തൻ്റെ ഉയിർപ്പിൻ്റെ ശക്തിയാൽ കീഴടക്കി. യേശു മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കൈവശമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും ഭയങ്കര ശത്രുവായ മരണത്തെ തോൽപ്പിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യവർഗത്തെ മുഴുവൻ അടിമയാക്കി വച്ചിരുന്ന ലോകം, പാപം, മരണം, പിശാച് എന്നിവയെ യേശു തോൽപ്പിച്ചതിൻ്റെ തെളിവാണ്. ഇങ്ങനെ യേശുവിൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അതിഭയങ്കരമായ നിയമങ്ങൾ തകർന്നടിയുകയും ജീവൻ്റെയും ആത്മാവിൻ്റെയും ആശ്വാസ നിയമങ്ങൾ വാഴുകയും ചെയ്യുന്നു. ഇങ്ങനെ സമ്പൂർണ്ണ ജയാളിയായ യേശുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് മനുഷ്യവർഗത്തിൻ്റെ ഈ ശത്രു സംഘത്തിന്മേൽ സമ്പൂർണ്ണ ജയമെടുക്കാൻ കഴിയും. മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹം നിമിത്തം ദൈവം യേശുവിൽ മനുഷ്യരൂപമെടുത്ത് മനുഷ്യപാപത്തിൻ്റെ ശിക്ഷയായ മരണം കാൽവരി കുരിശിൽ അനുഭവിച്ചു. മനുഷ്യൻ്റെ പാപപങ്കിലമായ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ മഹാപരിശുദ്ധനായ ദൈവം സ്വന്തം ചങ്കിലെ രക്തം ക്രൂശിലൂടെ നമുക്ക് നൽകി. അങ്ങനെ യേശു കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ മനുഷ്യൻ്റെ ഏറ്റവും ഭയങ്കര ശത്രുവായ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യവർഗത്തെ മുഴുവനും അടിമയാക്കി വച്ചിരുന്ന ലോകം, പാപം, മരണം, പിശാച് എന്നീ ശത്രുക്കളെ യേശു തോൽപ്പിച്ചു.
ഈ യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ഈ ശത്രു സംഘത്തിന്മേൽ ജയമെടുക്കാൻ കഴിയൂ. തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവം ക്ഷമിക്കുന്നത് ചരിത്ര സംഭവങ്ങളായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയിർപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരസ്പര കൈമാറ്റത്തിൻ്റെ വാഗ്ദാനം യേശുവിൻ്റെ കുരിശിലാണ് നാം കാണുന്നത്. താങ്കളുടെ പാപത്തെക്കുറിച്ച് താങ്കൾ പശ്ചാത്തപിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന് പാപക്ഷമയും ദൈവത്തിൻ്റെ നീതിയും വിശ്വാസത്താൽ ദാനമായി സ്വീകരിക്കുക. ഇതിൽ നിന്നെല്ലാം യേശു ക്രിസ്തു ദൈവമാണ് എന്ന സത്യം വെളിപ്പെട്ടു വരുന്നു. മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വെളിപ്പാടാണ് യേശു. നാം മനുഷ്യരായതുകൊണ്ട് നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഏറ്റവും പരിപൂർണമായ വെളിപ്പാട് മനുഷ്യരൂപത്തിൽ തന്നെ ആയിരിക്കണം. യേശുവിലുള്ള ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടിലൂടെ നമുക്ക് ദൈവവുമായി നേരിട്ട് ബന്ധപ്പെടാം. യേശുവിനെ കാണുന്നവർ ദൈവത്തെ കാണുന്നു. യേശുവിനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്കുന്നു. യേശുവിനെ നിഷേധിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നു. യേശുവിൻ്റെ സുവിശേഷം ഏറ്റവും ഉന്നതമായ തത്വചിന്തയാണ്. ഇത് തള്ളിക്കളയുന്നവർക്ക് ഒരിക്കലും ഇതിനേക്കാൾ ഉന്നതമായ മറ്റൊരു വിശ്വാസ സംഹിത കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനാൽ താങ്കൾ ജീവനോടിരിക്കുന്ന ഇന്ന് ഹൃദയം കഠിനമാക്കാതെ വിവേകപൂർണമായ തീരുമാനമെടുക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.